ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അൺറിയലൈസ്ഡ് റെൻറ്റ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ടേമാണ് വേക്കൻസി വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ തമ്മിൽ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അൺറിയലൈസ്ഡ് റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഒരു ടെനൻറ്റ് താമസിച്ചിട്ട് വാടക തരാത്ത അവസ്ഥയാണ് എന്ത് വിളിക്കുക, അൺറിയലൈസ്ഡ് റെൻറ്റ്. അപ്പോൾ വേക്കൻസി എന്തായിരിക്കും, നമ്മുടെ വീട് ആരും ഒക്യുപ്പൈ ചെയ്യാത്ത അവസ്ഥ അല്ലെങ്കിൽ വാടകയ്ക്ക് ആരും താമസിക്കാത്ത അവസ്ഥയാണ് എന്ത് വിളിക്കുക, വേക്കൻസി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് ഹൗസ് ഓണറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നഷ്ടമാണ്. ആ നഷ്ടം നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. അപ്പം വേക്കൻസി രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ഒന്ന്, ഒരു വർഷം മുഴുവനും വീട് വേക്കൻ്റായി കിടക്കാം. ഓക്കെ, ഹൗസ് റിമെയിൻ വേക്കൻറ്റ് ഫോർ ഹോൾ ഇയർ. ആ കേസിലാണെങ്കിൽ GAV എന്തായിരിക്കും, 0 ആയിരിക്കും, മീൻസ് നില്ലായിരിക്കും, GAV ഉണ്ടാവില്ല ഒരു വർഷം മുഴുവൻ ഒരു ഹൗസ് വേക്കൻ്റായിട്ട് കിടന്നു കഴിഞ്ഞാൽ. ഇനി രണ്ടാമത്തെ കേസ് വരുന്നത് ഹൗസ് റിമെയിൻ വേക്കൻറ്റ് ഫോർ പാർട്ട് ഓഫ് ദി ഇയർ ആണ്. ഒരു വർഷത്തിൽ കുറച്ച് മാസം വേക്കൻ്റായിട്ട് കിടക്കുക. അതായത് സപ്പോസ് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മന്ത് വേക്കൻ്റായിട്ട് കിടക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, 9 മന്ത് അത് ഒക്യുപ്പൈഡ് ആണേ. 9 മന്ത് അവിടെ ടെനൻറ്റ് താമസിച്ചിട്ടുണ്ട്, പക്ഷേ 3 മന്ത് എന്താണ്, വേക്കൻ്റ് ആണ്. അപ്പോൾ ഈ 3 മാസം എന്ന് പറയുന്നത് ഹൗസ് ഓണറെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നഷ്ടമാണ്. കാരണം നമുക്ക് വാടകയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് 3 സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എക്സ്പെക്റ്റഡ് റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലേ. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, MRV എടുക്കണം അല്ലേ, MRV. പിന്നെന്താ എടുക്കേണ്ടത്, FRV. ഇനി MRV FRV കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്തെടുക്കണം, ഹയസ്റ്റ് ഫിഗർ എടുക്കണം. ഇനി ഈ ഹയസ്റ്റ് ഫിഗർ നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യണം, സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. എന്നിട്ട് ഏതാ എടുക്കേണ്ടത്, ലോവസ്റ്റ്. അപ്പം ഈ ലോവസ്റ്റ് വാല്യൂ ആയിരിക്കും നമ്മുടെ എക്സ്പെക്റ്റഡ് റെൻറ്റ്. അതിനാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ആണ്. ഈ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര മാസമാണോ ഹൗസ് ഒക്യുപ്പൈഡ് ആയിട്ടുള്ളത് ആ മാസത്തുള്ള റെൻറ്റ് മാത്രം എന്താ മതി, കണ്ടാൽ മതി. സപ്പോസ് നിങ്ങൾ ക്വസ്റ്റ്യനിൽ പറയുകയാണ് ഹൗസ് 3 മന്ത് വേക്കൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, 3 മന്ത് വേക്കൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വൽ റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം എത്ര മാസം റെൻറ്റ് കണ്ടാൽ മതി, 9 മന്ത് റെൻറ്റ് കണ്ടാൽ മതി. ഓക്കെ, സപ്പോസ് 10,000 രൂപയാണ് പെർ മന്ത് റെൻറ്റ് എന്ന് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 9 × 10,000. കാരണം 3 മാസം എന്താണ്, വേക്കൻ്റ് ആണ്, ഒക്യുപ്പൈഡ് ആയിട്ടില്ല. ഓക്കെ ആണല്ലോ. അപ്പം ആക്ച്വൽ റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എത്ര പീരീഡാണോ ഹൗസ് ഒക്യുപ്പൈഡ് ആയിട്ടുള്ളത് ആ പീരീഡിലേക്കുള്ള റെൻറ്റ് മാത്രം എന്താ മതി, കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, കമ്പയർ ആൻഡ് ഡിഡക്റ്റ് വേക്കൻസി ലോസ്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അവിടെയാണ് വരുന്നത്. അതിൽ 2 സബ് പോയിൻറ്റ്സ് വരുന്നുണ്ട്. ഇഫ് യുവർ ആക്ച്വൽ റെൻറ്റ് ഈസ് ഹയർ ദാൻ യുവർ എക്സ്പെക്റ്റഡ് റെൻറ്റ്, യുവർ GAV ഈസ് ദി ആക്ച്വൽ റെൻറ്റ്. അത് നമ്മൾ നേരത്തെ പണ്ട് പഠിച്ച കാര്യം തന്നെയാണ് അല്ലേ. MRVയും FRVയും കമ്പയർ ചെയ്തു, വലുതെടുത്തു, അതിന് സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്തു, ചേർത്തെടുത്തു. അതായിരിക്കും നമ്മുടെ എക്സ്പെക്റ്റഡ് റെൻറ്റ്. പിന്നെ നമ്മളതിനെ ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്താ എടുക്കേണ്ടത്, വലുതാണ് എടുക്കേണ്ടത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, അതിൽ കൺഫ്യൂഷനൊന്നുമില്ല. ഓക്കെ, ഇഫ് ദി ആക്ച്വൽ റെൻറ്റ് ഈസ് ഹയർ ദാൻ യുവർ എക്സ്പെക്റ്റഡ് റെൻറ്റ്, യുവർ GAV വിൽ ബി യുവർ ആക്ച്വൽ റെൻറ്റ്. അത് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. രണ്ടാമത്തെ സബ് പോയിൻ്റ് നോക്കിയേ, ഇഫ് യുവർ ആക്ച്വൽ റെൻറ്റ് ഈസ് ലോവർ ദാൻ ദി എക്സ്പെക്റ്റഡ് റെൻറ്റ് solely because of the vacancy period, your actual rent becomes your gross annual value. അവിടെയാണ് കൺഫ്യൂഷൻ വരിക. നിങ്ങളുടെ ആക്ച്വൽ റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനെക്കാട്ടും കുറവാണ്. അത് എന്തുകൊണ്ടാണ് കുറവായിപ്പോയത്, സോളിലി ബിക്കോസ് ഓഫ് വേക്കൻസി പീരീഡ് കാരണം കൊണ്ട് നിങ്ങൾ ആക്ച്വൽ റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനെക്കാട്ടും കുറവായി കഴിഞ്ഞാൽ നിങ്ങൾ GAV ആയിട്ട് എന്താ എടുക്കേണ്ടത്, ആ കുറഞ്ഞ ആക്ച്വൽ റെൻറ്റ് തന്നെയാണ് എടുക്കേണ്ടത്. അവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്, ശ്രദ്ധിച്ചാൽ മതിയേ. വേക്കൻസി വരുന്ന സമയത്ത് ആക്ച്വൽ റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനെക്കാട്ടും കുറവായി കഴിഞ്ഞാലും, അതായത് ബിക്കോസ് ഓഫ് ദി വേക്കൻസി കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ GAV ആയിട്ട് എന്തിനകത്തെടുക്കണം, ആ കുറഞ്ഞിട്ടുള്ള ആക്ച്വൽ റെൻറ്റ് തന്നെ എടുക്കണം. നമ്മൾ ഹയസ്റ്റ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്തായിട്ട് എടുക്കാൻ പാടില്ല, GAV ആയിട്ട് എടുക്കാൻ വേണ്ടി പാടില്ല.
ഇത് നമുക്കൊരു എക്സാമ്പിളൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടു. അപ്പം ഇമേജിൻ യു ഓൺ ആൻ അപ്പാർട്ട്മെൻറ്റ് ഇൻ കേരള. എക്സ്പെക്റ്റഡ് റെൻറ്റ് കൊടുത്തിട്ടുണ്ട് 2,40,000 ആനുവലി. യു കുഡ് ഓൺലി ഫൈൻഡ് എ ടെനൻറ്റ് ഫോർ 9 months ഔട്ട് ഓഫ് 3 years. അതായത് 9 മാസത്തേക്ക് നമുക്ക് ടെനൻറ്റിനെ കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? 3 മാസം അത് വേക്കൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ആക്ച്വൽ റെൻറ്റ് എത്ര കിട്ടാം? പെർ മന്ത് റെൻറ്റ് 20,000 ആണെന്ന് വയ്ക്കാം. ഓക്കെ, 20,000 ഇൻറ്റു 9, അതായത് 1,80,000 ആണ് നമ്മുടെ റെൻറ്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? GAV കാണാൻ വേണ്ടിയിട്ട് എക്സ്പെക്റ്റഡ് റെൻറ്റിനെയും ആക്ച്വൽ റെൻറ്റിനെയും എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം അല്ലേ. എക്സ്പെക്റ്റഡ് റെൻറ്റ് എത്രയാണ്? 2,40,000. ആക്ച്വൽ റെൻറ്റോ 1,80,000. നമ്മൾ പണ്ട് ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ രണ്ടിനെ കമ്പയർ ചെയ്തിട്ട് വലുതെടുക്കണം. ഇതായിരിക്കും നമ്മുടെ GAV. അപ്പം എക്സ്പെക്റ്റഡ് റെൻ്റ് ആയിരിക്കും നമ്മുടെ GAV. പക്ഷേ ഇവിടെ നമുക്ക് എന്തുണ്ട്? വേക്കൻസി ഉണ്ട്. വേക്കൻസി പീരീഡ് വന്നത് കൊണ്ടാണ് ആക്ച്വൽ റെൻറ്റ് എന്തായിപ്പോയത്? കുറഞ്ഞു പോയത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? GAV ആയിട്ട് ആക്ച്വൽ റെൻറ്റ് തന്നെ എടുക്കണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ വേക്കൻസി എന്ന് വരുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതൽ ശ്രദ്ധിക്കുക. അല്ലാത്ത കേസിൽ നമ്മൾ നോർമലി ചെയ്യുമ്പോൾ ചെയ്ത് പോയാൽ മതി. MRV FRV കമ്പയർ ചെയ്തിട്ട് ഹയസ്റ്റ് എടുക്കുക, SRO ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ലോവസ്റ്റ് എടുക്കുക. അതായിരിക്കും നമ്മുടെ എക്സ്പെക്റ്റഡ് റെൻറ്റ്. അതിനെ ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഹയസ്റ്റ് എടുക്കുക. ഇനി വേക്കൻസി എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം. വേക്കൻസി കൊണ്ടാണോ ആക്ച്വൽ റെൻറ്റ് കുറഞ്ഞു പോകുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആക്ച്വൽ റെൻറ്റ് തന്നെ എന്തായിട്ട് എടുക്കണം? GAV ആയിട്ട് എടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. വേക്കൻസി വന്നു കഴിഞ്ഞാൽ, വേക്കൻസി കാരണം കൊണ്ടാണ് നിങ്ങളുടെ ആക്ച്വൽ റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനെക്കാട്ടും കുറഞ്ഞു പോയത് എങ്കിൽ നിങ്ങൾ GAV ആയിട്ട് എന്ത് തന്നെ എടുക്കണം? ആ കുറഞ്ഞിട്ടുള്ള ആക്ച്വൽ റെൻറ്റ് തന്നെയാണ് എടുക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കണേ.